ഇന്ന് പണിയുണ്ട്. ഹർത്താൽ കാരണം നമ്മളെ വണ്ടി തടയാൻ നോക്കാലോ. ഓഫീസിലേക്ക് പോവാം. ഞാൻ രണ്ടും കൽപ്പിച്ച് വിട്ട് കൂത്തുപറമ്പെത്തി നോക്കുമ്പോൾ ഫുള്ള് കാലി, മനുഷ്യൻ വരിയില്ല. ബസ് സ്റ്റാൻഡൊക്കെ ഫുള്ള് കാലി. അങ്ങനെ നേരെ ആശിഷാൻ്റെ വീട്ടിലെത്തി. അവിടെ എൻ്റെ ബൈക്ക് വെച്ചിട്ട് ഓരോ ബൈക്കിലാണ് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത്. മെയിൻ ടൗണുകളെല്ലാം ഫുള്ള് കാലിയാണ് കേട്ടോ. മേലേച്ചവേൻ്റെ അവസ്ഥ നോക്കിയേ, എത്ര ബ്ലോക്ക് ഉണ്ടാകുന്ന സമയം ആരുമില്ല. എന്ത് സുഖം. പെട്ടെന്ന് കണ്ണൂരെത്തിയത് അറിഞ്ഞിട്ടില്ല. കാണക്കത്തേരും പിന്നെ സിഗ്നലിൽ കുറച്ച് വണ്ടികളെല്ലാം കണ്ടുവരാം, ഒരു സമാധാനമായി. അങ്ങനെ ഓഫീസിലെത്തി. ഒരു നിമിഷം ഞാനൊന്ന് പതറിയെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എത്തിനെ. അങ്ങനെ കുറച്ച് പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചായ കുടിക്കേണ്ട സമയമായി. ബിസ്ക്കറ്റും കാപ്പിയും കുടിക്കാന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒരാളാണെന്നല്ലോ മാക്കി അടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ലിയോന്റെ കലാവിരുതിൽ രാവിലത്തെ മാഗിയും കാപ്പി. അത് കഴിഞ്ഞ് കുറച്ച് പണി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ചോറുന്നുണ്ട സമയമായി. ചോറിന് പിന്നെ തൊട്ടുകൂട്ടാനൊന്നും വേണ്ടേ. അതുകൊണ്ട് രാവിലെ ഏട്ടൻ പറഞ്ഞ എഗ് ബുർജി ആക്കി തരാം. കാണിച്ചേ, 5 മുട്ട എന്നാളെ കാണിച്ചേ നോക്കട്ടെ. അപ്പൊ രാഹുൽ ഏട്ടൻ്റെ ഭാഗം ഉച്ചക്ക് എഗ് ബുർജി റെഡി. നമ്മൾ എല്ലാവരെയും പാത്രത്തിന് കൈയിട്ട് വാരിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു ഭാഗത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, ഒരു ഭാഗത്തുനിന്ന് ഫുഡ് ആക്കുന്നു. ഫുഡും കഴിച്ച് കുറച്ച് നേരം ഉച്ചക്ക് റെസ്റ്റും എടുത്ത് റോഡിലെ വിട്ട് പോകുന്ന വണ്ടികളുടെ എണ്ണമൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി കുറച്ച് പണി എടുക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം 4 മണി. 4 മണിൻ്റെ കാപ്പി കുടിക്കണമല്ലോ. പിന്നെ 4 മണിൻ്റെ കാപ്പിക്ക് ബാക്കിയുള്ള മാഗിയും ഉള്ള മുട്ടയും എല്ലാം കൂടിയിട്ട് ഞാനൊരു കാച്ചം കാച്ചി അത് എല്ലാവർക്കും കൊടുത്ത് അതും കഴിച്ച് കുറച്ച് പണി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ പോകേണ്ട സമയം. പിന്നൊന്നും നോക്കില്ല, വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക്. പണിമുടക്ക് ദിവസം വണ്ടികളെ ശല്യം കാരണം നമുക്ക് അപ്പുറം മുറിച്ചടക്കാൻ പറ്റുന്നില്ല. എന്തോരം വണ്ടികളാ, എന്തോരം ആൾക്കാരാ. നെഹദി മന്തി എല്ലാം തുറന്നിട്ടുണ്ട് ഗായ്സ്. ഹർത്താൽ ദിവസം നെഹദി മന്തി ഓപ്പൺ ആയിരുന്നു.